you take me home? Give me with your vibe. We can run away. ഹായ് ഫ്രണ്ട്സ്, ഈ3 വ്ളോഗ്സിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ നിങ്ങളുടെ പിക്ചർ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് നല്ല അടിപൊളി ലോഗോ ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിന് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദെൻ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ വന്നു കഴിഞ്ഞാൽ പിക് ക്യാൻവാസ് എന്നാണ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു ക്യാൻവാസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് ക്യാൻവാസ് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ദെൻ ഫോർത്ത് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഷേപ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് സർക്കിൾ ഷേപ്പ്, ഏത് ഷേപ്പ് വേണമെങ്കിൽ എടുക്കുക. ഞാൻ ഇവിടെ കാണിക്കുന്ന സർക്കിൾ ഷേപ്പാണ്. ദെൻ അതിൽ ഫില്ല് കൊടുക്കുക. ദെൻ ഏത് കളറാണോ വേണ്ടത് ചൂസ് ചെയ്യുക. ആ കളറിലുള്ള സർക്കിൾ എന്ത് ചെയ്യുക, ഡ്രോ ചെയ്യുക. സർക്കിളിൻ്റെ സൈസും ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് വലുത് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. ദെൻ മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഡിറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജിൻ്റെ എഡിറ്റിലേക്ക് പോയി. ദെൻ ആഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് പിക്ചറാണോ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ചർ സെലക്ട് ചെയ്യുക. ദെൻ അത് ക്രോപ്പ് ചെയ്യുക. ചിലപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചർ വേറെ സൈസിലായിരിക്കും, അപ്പോൾ അത് ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം അവിടെ വെക്കുക. ദെൻ ഇതിലെന്ത് ചെയ്യുക, കട്ടൗട്ട്സ് എടുത്തിട്ട് ഇതിൽ പേഴ്സൺ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് സെലക്ട് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പേഴ്സൺ സെലക്ട് ചെയ്താണ്, കാരണം ഇതിൽ ഓൾറെഡി പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ടും കൊടുക്കാൻ പറ്റും. എല്ലാം ഓക്കെ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രിവ്യൂ എല്ലാം നോക്കി ഓക്കെ ആണെങ്കിൽ സേവ് കൊടുക്കുക. ഇമേജ് നിങ്ങളെ മുമ്പുള്ള ഇമേജിലേക്ക് വന്നു. ദെൻ ആക്യുറേറ്റ് ആയിട്ട് എവിടെയാണ് വെക്കേണ്ടത് ആ രീതിയിൽ വെക്കുക. ഒരിക്കലും സർക്കിളിൻ്റെ അകത്ത് കൊള്ളിക്കുന്ന രീതിയിൽ വെക്കരുത്, കുറച്ച് പോർഷൻസ് പുറത്ത് പോകുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് എഫക്ട്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആർട്ടിസ്റ്റിക്കിൽ സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക. ദെൻ അതിൻ്റെ വാല്യൂ ഞാനൊരു 11 കൊടുക്കുന്നത്. അത് എത്ര വാല്യൂ ആണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോഴുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണത്. ഞാനിവിടെ മുൻപ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ഇതൊരു കാർട്ടൂൺ രീതിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ആർട്ടിസ്റ്റിക്കിൽ സെലക്ട് ചെയ്തത്. ദെൻ ഇറൈസിൽ വന്നിട്ട് ഇറൈസർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇറൈസ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും പോർഷൻസ് ഇറൈസ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഇറൈസ് ചെയ്ത് കൊടുക്കുക. ദെൻ സർക്കിൾ ഷേപ്പിലാണ് വേണ്ടത്, അപ്പോൾ സർക്കിൾ ഷേപ്പിൽ ഇറൈസ് ചെയ്യുക. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഇറൈസ് ചെയ്ത് കളയുക. വീണ്ടും ആ ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക. ദെൻ സ്കെച്ച് എന്നാണ് ഓപ്ഷൻ ഉണ്ട്, അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. സ്കെച്ചിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പിക്ചറിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ആ രീതിയിൽ വെക്കുക. ദെൻ വൈറ്റ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക, അത് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ അതിൻ്റെ തിക്നെസ്സും കുറച്ച് കൊടുക്കുക. ഈ സോളിഡ് സർക്കിളില്ലേ, അതിൻ്റെ പുറത്തൊരു ബോർഡറായിട്ട് വേറെ സർക്കിൾ വരക്കണം. അതിന് ഡ്രോ എന്ന് പറയുന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരത്തെ എടുത്ത പോലെ ഷേപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക, സർക്കിൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഔട്ടർ തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യുക. ഞാൻ കുറച്ച് തിക്നെസ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ
കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഔട്ടറായിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ഇറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, കാരണം അതിന് മുകളിൽ വരുന്ന പോർഷൻസ് നമുക്ക് ഇറൈസ് ചെയ്ത് കളയണം. അപ്പോൾ ജസ്റ്റ് ഇറൈസർ എടുത്തിട്ട് എന്ത് ചെയ്യുക, മുകളിലുള്ള പോർഷൻസ് ഇറൈസ് ചെയ്ത് കളയുക. ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യുക, ആഡ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾ എന്തിനാണ് ലോഗോ ഉപയോഗിക്കുന്നത്, ഒരു ചാനലാണെങ്കിൽ ചാനലിൻ്റെ പേര്, അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിൽ അതിൻ്റെ പേര്, എന്താണ് പേര് അത് കൊടുക്കുക. ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു അഡ്വഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് സ്റ്റൈല്, ടെക്സ്റ്റിൻ്റെ കളറ്, ടെക്സ്റ്റ് ബോർഡർ, ദെൻ അതിൻ്റെ ഒപ്പാസിറ്റി, ഇതെല്ലാം താഴെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ടെക്സ്റ്റിന് ഷാഡോ വേണമെങ്കിൽ ഷാഡോ കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു കർവിൻ്റെ ഓപ്ഷൻ. ഞാനത് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. അതൊക്കെ ഒരു ക്രിയേറ്റർ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. നിങ്ങളെ ചാനലാണ് ഇല്ലെങ്കിൽ നിങ്ങളെ പേജാണ്, നിങ്ങളെ പേരാണ്, നിങ്ങളെ ഫോട്ടോ ആണ്. അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ എന്ത് ചെയ്യുക, താഴെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞാൻ ചെയ്തു. പിന്നെ ഇതിൻ്റെ സൈസ്, കളറ് അതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോരോ കളറ് ചേഞ്ച് ചെയ്ത് നോക്കുക. ഏതാണോ ഇതിന് ആപ്റ്റായിട്ട് വരുന്നത്, ഏതാണോ ഭംഗി അട്രാക്റ്റീവായിട്ട് വരുന്നത് അത് ചൂസ് ചെയ്യാം. പിന്നെ മുകളിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ വരും. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് നിങ്ങൾ ഗാലറിയിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരു ലോഗോ നിങ്ങളുടെ ചാനലിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേജിനോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിനൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.